ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 കേരള പാഠാവലി യൂണിറ്റ് 1 ചാപ്റ്റർ 1 അടുക്കള. 6th ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റ് അമൃത നുകരമാണ്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ അടുക്കള കവിതയാണ്. കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ എത്ര ഭക്ഷണം കഴിച്ചു? അപ്പം നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന് പിന്നിൽ എത്ര പേരുടെ അധ്വാനമുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സാധാരണ അടുക്കള എങ്ങനെ ഒരു വലിയ ജീവിത സത്യം നമ്മളോട് പറയുന്നത്? അതാണ് ഇന്ന് നമ്മൾ അടുക്കള എന്ന കവിതയിലൂടെ അറിയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ധാരാളം മുറികളുണ്ട്. അപ്പം നമ്മൾ അടുക്കളയുമുണ്ട്. അപ്പോൾ ഈ അടുക്കള എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു മുറിയാണോ? ദിവസവും ഒരു 5-6 പ്രാവശ്യമെങ്കിലും നമ്മൾ അടുക്കളയിൽ കയറി ചെല്ലല്ലേ. നമ്മൾ ദിവസം കയറി ചെല്ലുന്ന ഒരു സ്ഥലമാണ്, നമ്മുടെ വീട്ടിലൊരു പ്രധാന സ്ഥലമാണ് അടുക്കള. അവിടെ നിന്ന് രുചികരമായ പല ഭക്ഷണത്തിൻ്റെ മണം വരും. അങ്ങനെ ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ, ആ വീട്ടിലെ ഒരു സന്തോഷത്തിൻ്റെ പിന്നിൽ എത്രയോ സമയത്തെ അധ്വാനവും സമയവും സ്നേഹമൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗമായ ഈ അടുക്കള എന്ന കവിത നമ്മൾ അത്തരം ഒരു ചിന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ, അടുക്കളയെ ഒരു സാധാരണ മുറിയായി കാണാതെ അവിടെ അധ്വാനിക്കുന്നവരുടെ ജീവിതവും അവരുടെ വികാരങ്ങളും കവയത്രി ഈ കവിതയിൽ അവതരിപ്പിക്കുകയാണ്. കുടുംബത്തിന് വേണ്ടി നിശബ്ദമായി പ്രവർത്തിക്കുന്നവരുടെ അധ്വാനത്തിൻ്റെ വില തിരിച്ചറിയാനും അതേപോലെ തന്നെ അവരെ ബഹുമാനിക്കാനുമാണ് ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നത്. കവിതയുടെ ആശയം നമുക്ക് നോക്കാം. അടുക്കള എന്ന കവിതയിൽ അടുക്കളയെ ഒരു സാധാരണ മുറിയായി മാത്രമല്ല, അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായാണ് അവതരിപ്പിക്കുന്നത്. കുടുംബത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നവരുടെ പ്രയത്നം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായി കവിത ചൂണ്ടിക്കാണിക്കുന്നു. മറ്റുള്ളവരുടെ അധ്വാനത്തെ തിരിച്ചറിയാനും ബഹുമാനിക്കാനും കവിത നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യത്തിലേക്ക് കടക്കാം. കവിതയിലേക്ക്. നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? കവിതയുടെ ആദ്യ ഭാഗം പ്രകൃതിയുടെയും നാടിൻ്റെയും അതിമനോഹരമായ സമൃദ്ധിയെയാണ് അടയാളപ്പെടുത്തുന്നത്. ധാന്യങ്ങളായും പഴവർഗ്ഗങ്ങളായും അനുഗ്രഹീതമാണ് താഴ്വര. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും അവിടെ മത്സരിച്ചു വിളയുന്നു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിളവുകളാൽ നാട് സമ്പന്നമാണ്. ഈ സമൃദ്ധി വീടിനുള്ളിലേക്കും വ്യാപിക്കുന്നുണ്ട്. ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഒരു വീടാണത്. ജീവജാലങ്ങളുടെ സാന്നിധ്യം കൊണ്ടും കാർഷിക വിഭവങ്ങൾ കൊണ്ടും ഒന്നിനും ഒരു കുറവുമില്ലാത്ത സമ്പൂർണമായ ഒരു ആവാസ വ്യവസ്ഥയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? കറിക്കു വേണ്ടി പച്ചക്കറികൾ നുറുക്കുക, മീൻ വൃത്തിയാക്കുക, ഇറച്ചി വെട്ടുക തുടങ്ങിയ ജോലികൾ നിരന്തരം നടക്കുന്നു. അതിനോടൊപ്പം തന്നെ അരിയോ ഗോതമ്പോ ആട്ടുകയും മല്ലിയും മുളകും അരയ്ക്കുകയും ഇഞ്ചിയും പുതിനയും ചതയ്ക്കുകയും ചെയ്യുന്ന പരമ്പരാഗതമായ കഠിന ജോലികളും തുടരുന്നു. അടുപ്പത്ത് തിളച്ചു മറിയുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പാൽപമെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകമാണോ എന്ന് നോക്കുന്നതാണ് അവളുടെ പ്രധാന ചുമതല. എന്നാൽ ഈ സ്വാദ് നോക്കൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. വിശന്നു നിലവിളിക്കുന്നവർ. അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും? ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിക്കാൻ കാരണമെന്താകും? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ചുറ്റുമുള്ള സമൃദ്ധിയിലും അടുക്കളയ്ക്കുള്ളിലെ സ്ത്രീയുടെ വിശപ്പ് മാറുന്നില്ല എന്നതാണ് കവിത നൽകുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ സന്ദേശം. ഈ വിശപ്പ് കേവലം വയറിൻ്റെ വിശപ്പല്ല, മറിച്ച് അത് സ്വാതന്ത്ര്യത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും സ്വന്തം വ്യക്തിത്വം അംഗീകരിക്കപ്പെടുന്നതിൻ്റെയും ആത്മീയമായ വിശപ്പാണ്.
മറ്റുള്ളവരുടെ വിശപ്പടക്കാൻ വേണ്ടി സ്വന്തം ജീവിതം കരിപുരണ്ട ചുവരുകൾക്കുള്ളിൽ ഹോമിക്കുന്ന സ്ത്രീ ഒടുവിൽ ആ സമൃദ്ധിയുടെ നടുവിലും നിത്യദാരിദ്ര്യം അനുഭവിക്കുന്നവളായി ഒതുക്കപ്പെടുന്നു. നാടിൻ്റെ വികസനവും വീടിൻ്റെ ആഡംബരവും സ്ത്രീയുടെ കഠിനാധ്വാനത്തിൻ്റെ പുറത്താണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്ന സത്യം ഈ വിവരണം വ്യക്തമാക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ലാസ്റ്റ് ചോദ്യമാണ്. അടുക്കളയ്ക്കുള്ളിൽ മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേർത്ത പിടഞ്ഞെണീറ്റില്ല. സംക്രമണം ആറ്റൂർ രവിവർമ്മയുടെ വരികളാണ്. അടുത്ത കവിത നോക്കാം. അടുക്കളയിലെ തേന് തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ. പ്രതിഷ്ഠ, സാവിത്രി രാജീവൻ. ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അടുക്കള ചുമരുകൾക്കുള്ളിൽ ഹോമിക്കപ്പെടുന്ന സ്ത്രീ ജീവിതത്തെയാണ് ഈ 3 കവിതാഭാഗങ്ങളും അടയാളപ്പെടുത്തുന്നത്. ആറ്റൂർ രവിവർമ്മയുടെ വരികളിൽ സ്ത്രീകളുടെ വിശ്രമമില്ലാത്ത സമയക്രമമാണ് പ്രകടമാകുന്നത്. രാത്രിയിൽ നക്ഷത്രങ്ങളെക്കാൾ വൈകി ഉറങ്ങുകയും പുലർച്ചെ സൂര്യനേക്കാൾ മുമ്പ് പിടഞ്ഞെണീക്കുകയും ചെയ്യുന്ന സ്ത്രീരൂപം. ടി.പി. രാജീവൻ്റെ കവിതയിലെ ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്നു. സാവിത്രി രാജീവൻ്റെ കവിതയിലേക്ക് വരുമ്പോൾ സ്ത്രീ നേരിടുന്ന പ്രതിസന്ധി കൂടുതൽ ദയനീയമാകുന്നു. അവൾ സ്വയം അടയാളപ്പെടുത്തുന്നത് അടുക്കളയിൽ തേന് തീരുന്ന വീട്ടുപകരണമായും പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രവുമായാണ്. രാജീവൻ്റെ കവിതയിൽ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരാൾ ഇവിടെ യന്ത്രമായി മാറുന്നു. ചുരുക്കത്തിൽ, പുറത്തെ സമൃദ്ധി ഒരിക്കലും അകത്തെ സ്ത്രീയുടെ സ്വാതന്ത്ര്യമാകുന്നില്ലെന്നും അവൾ സ്വന്തം ആഗ്രഹങ്ങൾ കരിപുരണ്ട് തേന് തീരുന്ന വെറുമൊരു ഉപകരണമായി മാറുന്നു എന്നും ഈ കവിതകൾ ഒരേപോലെ സമർത്ഥിക്കുന്നു. ഇനി നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതി നോക്കാം. ആസ്വാദനക്കുറിപ്പ്. അടുക്കള. ടി.പി. രാജീവൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് അടുക്കള. പുറമേ കാണുന്ന സമൃദ്ധിയും അതിനുള്ളിൽ ജീവിക്കുന്ന സ്ത്രീയുടെ കഷ്ടപ്പാടും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കവിതയുടെ പ്രമേയം. ധാന്യങ്ങളും പഴങ്ങളും മത്സരിച്ച് വിളയുന്ന ഒരു നല്ല നാടാണ് കവിതയിലുള്ളത്. ആടും കോഴിയും താറാവും ഒക്കെയുള്ള ഒരു സമ്പന്നമായ വീടാണത്. എന്നാൽ ഇത്രയും സമൃദ്ധിയുള്ള ഈ വീട്ടിലെ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. കറിക്ക് നുറുക്കുക, നിലം തുടയ്ക്കുക, മീൻ നന്നാക്കുക, അരയ്ക്കുക, ചതയ്ക്കുക, പാത്രം കഴുകുക, നിലം തുടയ്ക്കുക തുടങ്ങി ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത തരത്തിലാണ് അവിടുത്തെ ജോലികൾ. എല്ലാവർക്കും വേണ്ടി സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന അവൾ ഒരു യന്ത്രം പോലെയാണ് ജീവിക്കുന്നത്. കവിതയുടെ അവസാനം ഇവിടെ ഇപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കവി പറയുന്നു. ഇത്രയും ഭക്ഷണമുള്ള അടുക്കളയിൽ ആരാണ് വിശന്നിരിക്കുന്നത്? അത് മറ്റാരുമല്ല, അവിടെ പണിയെടുക്കുന്ന സ്ത്രീ തന്നെയാണ്. അവൾക്ക് വയറിൻ്റെ വിശപ്പ് മാത്രമല്ല ഉള്ളത്, സ്നേഹം, പരിഗണന, സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള മാനസികമായ വിശപ്പ് കൂടിയാണത്. വളരെ ലളിതമായ വാക്കുകളിലൂടെയാണ് കവി ഈ വലിയ സത്യം നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത്. പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വാക്കിൻ്റെ ആവർത്തനം സ്ത്രീയുടെ അവസാനിക്കാത്ത അധ്വാനത്തെ കാണിക്കുന്നു. വീടിൻ്റെ സമൃദ്ധിക്ക് പിന്നിൽ സ്ത്രീയുടെ കണ്ണീരുണ്ടെന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു.